കാതോട് കാതോരം സീരിയൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ഒരു പരിധിവരെ അതിന് കാരണം മീനുവിന്റെയും അർജുന്റെയും ഇന്റിമേറ്റ് സീൻ തന്നെയാണ്. ഹോട്ട്സ്റ്റാറിലൂടെ തന്നെ നിരവധി പേരാണ് സീരിയൽ കാണാൻ തുടങ്ങിയത്. ഈ സീരിയലിന്റെ സമയം തന്നെ ഒരു പ്രശ്നമാണ്. പ്രൈം ടൈമിൽ ഷോ ചെയ്യാത്തതിനാൽ പലർക്കും കാണാൻ സാധിക്കാറില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം വല്ലാതെ മാറി. സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ ആളുകളും പറഞ്ഞത് മലയാളം സീരിയലുകൾ ഇത്രയും പുരോഗമിച്ചോ എന്നാണ്. കാരണം സ്ഥിരം പാറ്റേണിൽ ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ കാതോട് കാതോരം ടീമിന് സാധിച്ചു. ഈ ഇന്റിമേറ്റ് സീനുകൾ കുടുംബ പ്രേക്ഷകരെ എത്രത്തോളം ഇഷ്ടപ്പെടുത്താൻ സാധിക്കുമെന്നത് ഒരു ചോദ്യമായിരുന്നു. കാരണം ഇത് സിനിമയിലായിരുന്നെങ്കിൽ ഒരിക്കലും ആരും ശ്രദ്ധിക്കുക പോലും ഇല്ലായിരുന്നു. പക്ഷെ സീരിയലിന്റെ പ്രേക്ഷകർ വേറെയാണ്. വീട്ടിലെ വിഷയം അവതരിപ്പിക്കാൻ കുറച്ച് പേടിയായിരുന്നു. കാരണം അവർ ഏത് രീതിയിൽ ഇതിനെ എടുക്കുമെന്നത് ഒരു പേടിയുണ്ടായിരുന്നു. എന്നാൽ അമ്മയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർക്കൊരു പ്രശ്നവുമില്ലായിരുന്നു. കുടുംബ പ്രേക്ഷകർ കാണാതിരിക്കാൻ മാത്രം ഒന്നും അതിലില്ല എന്നായിരുന്നു വീട്ടുകാർ പറഞ്ഞത്. മാത്രമല്ല അവർക്കൊപ്പം ഇരുന്നാണ് ഞാൻ ആ എപ്പിസോഡ് കണ്ടത്. അവരുടെ അഭിപ്രായം കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഹാപ്പി ആയെന്നും രാഹുൽ പറയുകയുണ്ടായി. മീനു എന്ന കൃഷ്ണേന്ദു സീരിയൽ എത്തുന്നതിന് മുൻപേ മോഡലിംഗ് ആയിരുന്നു ചെയ്തത്. അതിലൂടെ സിനിമയിൽ അവസരം കിട്ടിയിട്ടും താരത്തിന് അതെല്ലാം നഷ്ടമായി. ഞാൻ ഇതിനു മുന്നേ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. പക്ഷെ അവസാനം ആ ഭാഗം അവർ കട്ട് ചെയ്ത് ഒഴിവാക്കി. ആ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് ആ പരസ്യത്തിലേക്ക് അവസരം വന്നത്. ഒരു ചേച്ചി വഴിയാണ് അവസരം വന്നത്. അവർ അപ്പോൾ പറഞ്ഞു ദുൽഖർ സൽമാന്റെ അരുഞ്ജത്തി ആയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഒടിയൻ സംവിധാനം ചെയ്ത ശ്രീകുമാര മേനോനായിരുന്നു ഈ പരസ്യം സംവിധാനം ചെയ്തത്. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഓഡീഷന് പോയത്. കൊച്ചിയിൽ വെച്ച് തന്നെയായിരുന്നു. ഞാൻ ആ സമയത്ത് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഡയറക്ടർ ആക്ട് ചെയ്യാനൊന്നും പറഞ്ഞില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം കണ്ടിട്ടാണ് സെലക്ട് ചെയ്തത്. ദുൽഖർ വന്നപ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ല. കോവിഡ് സമയത്തായിരുന്നു ആ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവസാനം ഷൂട്ട് കഴിഞ്ഞ് ഇതിന്റെ ഔട്ട് കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനം വന്നത്. ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ഇത് റിലീസ് ചെയ്തതെന്നും മീനു പറയുകയുണ്ടായി. ഇതുപോലെ പുതിയ വീഡിയോകൾക്കായി മറക്കാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.